ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷൻ KP യോഹന്നാന്റെ മരണം ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അമേരിക്കയിലെ ഡാലസിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ KP യോഹന്നാൻ ചികിത്സയ്ക്കിടെയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. അതിനിടെയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. ഡോക്ടർ സാമുവേൽ മാർ തിയോഫിലോസ് എപ്പിസ്കോപ്പയാണ് പുതിയ അധ്യക്ഷൻ. സിനഡ് യോഗമാണ് അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. നിലവിൽ ചെന്നൈ അതിഭദ്രാസാധിപനാണ് ഡോക്ടർ സാമുവേൽ മാർ തിയോഫിലോസ്. പത്തനംതിട്ട ചെറുകോൽ കീക്കൊഴൂർ ഓറേത്ത് കൈതപ്പതാലിൽ കുടുംബത്തിൽ 1959 ഓഗസ്റ്റ് 27 സാമുവേൽ മാർ തിയോഫിലോസ് ജനിച്ചത്. 17-ാം വയസ്സിൽ സഭാപ്രവർത്തനം ആരംഭിച്ചു. കർണാടക, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തരേന്ത്യ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു. ദൈവശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും PhDയും നേടിയിട്ടുണ്ട്. 2004 മുതൽ 2007 വരെ ബിലീവേഴ്സ് ചർച്ചിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2007 മുതൽ ഒരു വർഷം തിരുവല്ല മേജർ സെമിനാരിയുടെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു. 1987 ഡീക്കനായ ഇദ്ദേഹം 1997 പുരോഹിതനായും 2006 എപ്പിസ്കോപ്പയായും ഉയർന്നു. മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ സഭയുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും കന്നഡയിലും പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ജൂൺ 22 തിരുവല്ല കുറ്റപ്പുഴ സെന്റ് തോമസ് കത്തീഡ്രലിലാകും സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തുക. ജോഷുവ മാർ ബർണബാസ് എപ്പിസ്കോപ്പയെ സിനഡ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. താൽക്കാലിക മെത്രാപ്പോലീത്തയായി ഡോക്ടർ സാമുവേൽ മോർ തിമോത്തിയോസിനെ നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു. US-ലെ ഡാലസിലുണ്ടായ അപകടത്തിൽ മെയ് 8 KP യോഹന്നാൻ അന്തരിച്ചത്. ജീവിതത്തിലുടനീളം വിവാദങ്ങളുടെ സഹയാത്രികനായിരുന്ന KP യോഹന്നാന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. കൊലപാതകമാണെന്നായിരുന്നു ആരോപണം. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് തന്നെ ഇക്കാര്യം നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. അതിനിടെ KP യോഹന്നാന്റെ മകൻ സഭയുടെ പുതിയ അധ്യക്ഷനായി ചുമതലയേൽക്കുമെന്ന സൂചനയും പുറത്തു വന്നിരുന്നു. ബിലീവേഴ്സ് ചർച്ചിന് ഇപ്പോൾ 100 കോടിയുടെ ആസ്തിയുണ്ട്. പത്തനംതിട്ട തിരുവല്ലയിലെ ബിലീവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് സ്ഥാപനങ്ങളിൽ പ്രധാനം. കോന്നി ശ്വാസതീകാനന്ദ ആശുപത്രി ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലാണ്. തിരുവല്ല, തൃശൂർ എന്നിവിടങ്ങളിൽ സഭയ്ക്ക് റെസിഡൻഷ്യൽ സ്കൂളുകളുമുണ്ട്. റാന്നി, പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാർമൽ ട്രസ്റ്റിൽ നിന്നും ബിലീവേഴ്സ് ചർച്ച് വാങ്ങി. ആത്മീയ യാത്ര എന്ന പേരിലുള്ള സ്വന്തം ടെലിവിഷൻ ചാനലിനൊപ്പം ഒരു സ്വകാര്യ വാർത്താ ചാനലിന്റെ ഓഹരികളും യോഹന്നാന് സ്വന്തമായുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 20,000 ഏക്കറിലധികം സ്ഥലം വിവിധ ട്രസ്റ്റുകളുടെ പേരിലായി സഭയ്ക്കുണ്ട്. ബിലീവേഴ്സിന്റെ മാതൃക സംഘടനയായ ഗോസ്പൽ ഏഷ്യയുടെ പേരിലും വിവിധയിടങ്ങളിലായി 7,000 ഏക്കറിലധികം ഭൂമിയുണ്ട്. 2,263 ഏക്കർ തോട്ടമുണ്ട്. അമേരിക്ക, ശ്രീലങ്ക, നേപ്പാൾ, ആഫ്രിക്ക തുടങ്ങിയ അനേകം രാജ്യങ്ങളിൽ ആസ്തികളുണ്ട്. കുട്ടനാട്ടിൽ താറാവ് കൃഷിക്കാരുടെ കുടുംബത്തിലെ ബാലനാണ് പിന്നീട് KP യോഹന്നാനായി വളർന്നത്.